പിന്നെ അത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത് മാത്രമല്ല ഒരു സിറ്റി ഡ്രൈവിലൊക്കെ നമ്മൾ ഇത്രയും ട്രാഫിക്കിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കാറാണ്. അതെ, 2014 മുതൽ ഇന്ന് വരെ സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. കിലോമീറ്ററാണ് ഹൈലൈറ്റ്. 29,000 കിലോമീറ്റർ. 29,000 വിശ്വസിക്കാൻ പറ്റുമോ? ധൈര്യമായിട്ടും. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ. ഇത് നിലവിൽ നമുക്ക് ന്യൂ കാർ അവൈലബിൾ അല്ലാത്ത സാധനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് നിലവിൽ ഇപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കും പെട്രോൾ മാനുവലല്ലേ ഉള്ളൂ. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് 1.6 എഞ്ചിൻ. മൈലേജ് അത്യാവശ്യം ഉണ്ടാവും. ഒരു 18 കിലോമീറ്റർ ഒക്കെ എന്തായാലും ഹൈവേലൊക്കെ എന്തായാലും കിട്ടും. മാനുവൽ ആണതുകൊണ്ട്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം മെട്രോ കാസിൽ വീണ്ടും വന്നിരിക്കുകയാണ്. അനക് ബ്രോ നമ്മുടെ കൂടെ ഉണ്ട്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ് തിരുവണ്ണൂരാണ് ഈ ഷോറൂമിൽ ലൊക്കേഷൻ. ഫ്രണ്ടിൽ തന്നെ ഒരു പോളോ കിടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് പോളോ തന്നെയാണ്. നല്ല അടിപൊളി TSI പോളോ കിടക്കുന്നുണ്ട്. പോളോ ആരാധകരുണ്ട്, സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാൻ ശ്രമിച്ചോ. എല്ലാ സെഗ്മെൻറ്റും ഉണ്ടോ ഇന്നത്തെ വീഡിയോയിൽ? കോമ്പാക്ട് SUV, സെഡാൻ എല്ലാം ഉണ്ട്, ഓട്ടോമാറ്റിക് എല്ലാം ഉണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കോൺടാക്ട് നമ്പർ നമ്മൾ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കാർ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അത് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. മേരാ ക്ലാസ് വിൽക്കാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇവരുടെ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നമ്മളിപ്പോൾ 6 ലക്ഷത്തിൻ്റെ അടുത്ത് ഏകദേശം ആവാനായി കഴിഞ്ഞു. ആവാനായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാത്തിനും കാരണം. വളരെ നന്ദി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം അല്ലേ? ആദ്യ വാഹനം നമുക്ക് പോളോയിൽ തന്നെ തുടങ്ങാം. KL 60 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. എന്ത് റെഡാണ് ഇത്? ഇത് സൺസെറ്റ് റെഡ്. സൺസെറ്റ്. ഓക്കെ. കോപ്പർ റെഡ് ഉണ്ട്, സൺസെറ്റ് റെഡ് ഉണ്ട് അല്ലേ? കോപ്പർ ഈ ടൈമിൽ ഇറങ്ങില്ല. 2014 വരെ 15 വരെ ഇറങ്ങി. ഓക്കെ. അതിനുശേഷം ആ റെഡ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 19 മുതൽ. പക്ഷെ മറ്റേ റെഡാണ് സാധനം അല്ലേ? ഫ്ലാഷ് റെഡാണ്. ഫ്ലാഷ് റെഡാണ്. തൽപരകക്ഷികൾ കൂടുതലും ഫ്ലാഷ് റെഡാണ്. അതെ, കിട്ടാൻ ഉണ്ടാവണല്ലോ. അതെ. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2020 മോഡൽ 1 ലിറ്റർ ടർബോ DSI. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത് ഇതിൻ്റെ സെയിം കളർ ഉണ്ടായി. അത് സോൾഡ് ഔട്ട് ആയപ്പോൾ പുതിയ എടുത്താണ് അല്ലേ? ഓക്കെ. ഓട്ടോ എത്ര പോയി? ഇത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 2020 മോഡൽ. അത്യാവശ്യം ഓടം പോയല്ലോ. ബേസിക് ആയിട്ടുള്ള മൈലേജ് ഉണ്ടാവും അല്ലേ? അത്യാവശ്യം തെറ്റില്ലാതെ. എത്ര കിട്ടുന്നുണ്ട്? 15-16. പഴയ പോളോനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും 1-2 കൂടില്ല. ഇത് കുറവില്ലല്ലോ. 1.2 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1 ലിറ്റർ എന്തായാലും കൂടും. കാല് കൊടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ പഴയത് തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസം. TSI ആണ്. അപ്പോൾ അത് നോക്കി കണ്ട് ഉപയോഗിക്കാം. ഓക്കെ. ഓക്കെ. വേറെ എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ? ഇല്ല, മേജറായിട്ടുള്ള ക്ലെയിമോ കാര്യങ്ങളില്ല. ചെറിയ ബമ്പർ ടച്ചപ്പും കാര്യങ്ങളുണ്ട്. പിന്നെ ചെറിയ 1-2 ഡെൻ്റ് ഉണ്ട്. ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാനുള്ളതാണ്. ഓക്കെ. നമ്മൾ 8.15 ചോദിക്കുന്നത്. 8 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുക. അതിൽ നമ്മളൊരു 7 വരെയൊക്കെ ഗ്യാരണ്ടി ലോൺ മാസമാവും. ഓക്കെ. ഒരു 1 ലാഖ് കണ്ട് ഇറക്കാം. 8 ലക്ഷത്തിന് 2020 പോളോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 65,000 കിലോമീറ്റർ ഓടുന്നത്. 63,000. 64,000 കിലോമീറ്റർ. ഓക്കെ. 64,000 കിലോമീറ്റർ നല്ല ഓടിയിട്ടുണ്ട്. പക്ഷേ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് വലിയ പണിയോ കാര്യങ്ങളോ അങ്ങനത്തെ വരാൻ ചാൻസ് മെയിൻറ്റെയിൻ ആണ്. കറക്റ്റ് പ്രോപ്പർലി സർവീസ് പോയിട്ട് 60 സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. 7 ലക്ഷം വരെ ലോണും കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് ഹോണ്ട ബ്രിയോ. ഒരു ചെറിയ ഹാഷ് ബാക്ക് സെഗ്മെൻറ്റ് വാഹനമാണ്. KL 67 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെ ഡീറ്റെയിൽ ഇത്? സിംഗിൾ ഓണറാണ്. 2018 സെക്കൻഡ് ജനറേഷൻ ബ്രിയോ ആണ്. ഓക്കെ. 33,000 കിലോമീറ്റർ ഓടിയ S ഓപ്ഷനിൽ എന്ന് പറയുന്ന വേരിയൻ്റാണ്. എസിൻ്റെ മേലെ ഓട്ടോ ക്ലൈമറ്റ് AC അങ്ങനത്തെ ചെറിയ 2-3 ഫീച്ചർ എക്സ്ട്രാ ആഡ് ഓൺ ആവും. ഓക്കെ. ഇതുവരെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പക്കാ ഷോറൂം മെയിൻറ്റൈൻഡ് ആയിട്ട് പോയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ. 2018 33,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. പിന്നെ പെട്രോളാണ് വാഹനം. പെട്രോളിൽ ഇറങ്ങിയിട്ടുള്ളൂ ഇത്. അതെ. മൈലേജും ഏകദേശം ഒരു 13 മുതൽ 16 റേഞ്ച് വരെയൊക്കെ മൈലേജ് ഏകദേശം നോക്കി കണ്ട് ഓടിച്ചാൽ കിട്ടും. അത്രയും കിട്ടും. പിന്നെ അത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത് മാത്രമല്ല ഒരു സിറ്റി ഡ്രൈവിലൊക്കെ നമ്മൾ ഇത്രയും ട്രാഫിക്കിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കാറാണ്. മാനുവലാണ്. അതുകൊണ്ട് തന്നെ മൈലേജ് പറഞ്ഞത്. ഓട്ടോമാറ്റിക് ആണ് കുറയാ. ഓക്കെ. അപ്പോൾ ഒരു പരിക്കൊന്നുമില്ല. ഓക്കെ. അത്രയേ ഉള്ളൂ. എത്ര കൊടുക്കുക ഇത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4.65. ചെറിയൊരു മാറ്റം കൂടി വരുത്തിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ മാക്സിമം 4 ലക്ഷം രൂപ. ചിലപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ലോൺ കിട്ടും. 18 മോഡൽ ആയതുകൊണ്ട് 5 വർഷം വരെ റീപേയ്മെൻറ്റ് കിട്ടും. ഓക്കെ. 4,65,000 രൂപയ്ക്ക് S ഓപ്ഷണൽ ഹോണ്ട ബ്രിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വെറും 33,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഒരു ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? ഫുൾ ഉണ്ട്. ഓക്കെ. പെട്രോൾ വണ്ടിയാണ്. കാര്യമായ മെയിൻ്റനൻസ് ഒന്നും വരാനില്ല. എടുത്തു കഴിഞ്ഞാൽ പണി
മേടിക്കാതെ ധൈര്യമായിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. എഞ്ചിനാണല്ലോ. അതെ, ഹോണ്ടയാണ്. KL60 രജിസ്റ്റർ നോക്കേണ്ട അവിടെ കോഴിക്കോട് SBI മാനേജർ യൂസ് ചെയ്ത വണ്ടിയാണ്. എല്ലാ സർവീസും ഇവിടെ കോഴിക്കോട് ഷോറൂമിൽ തന്നെയാണ്. ഹിസ്റ്ററി എടുക്കാൻ പോയ സമയത്ത് അവിടെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഈ വണ്ടി ഇവിടെയാണ് സർവീസ് ചെയ്യുന്നത്. ഓക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ലോണും മാക്സിമം കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ? എന്തായാലും മാക്സിമം ലോൺ. ഓക്കെ. അടുത്ത പോളോ വന്നിരിക്കുകയാണ്. KL7 രജിസ്ട്രേഷൻ പോളോ, വൈറ്റ് പോളോ ആണ്. പറഞ്ഞോളൂ. 2014 മോഡൽ. 14 ടൈപ്പ് 2 ആണ്. ന്യൂ ഷേപ്പ് അപ്ഗ്രേഡ് 14 വരുന്നത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. സിംഗിൾ ഓണർ. 2014 മുതൽ ഇന്ന് വരെ സിംഗിൾ ഓണർ. 10 വർഷമായിട്ട് സിംഗിൾ ഓണർ. കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്. 29,000 കിലോമീറ്റർ. 29,000 വിശ്വസിക്കാൻ പറ്റുമോ? ധൈര്യമായിട്ട്. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ. മെയിൻ്റനൻസ് കറക്റ്റ് പോയിട്ടുണ്ടോ? സർവീസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ. സർവീസ് ഉള്ളത് എറണാകുളം ട്രിവാൻഡ്രം ഷോറൂമിലാണ്. കാരണം പുള്ളി വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രം സ്മാർട്ട് സിറ്റിയിലാണ്. അപ്പോൾ അവിടെ ഉള്ള ടൈമിൽ അവിടുത്തെ ഷോറൂമിൽ നിന്നാണ് സർവീസ്. നമ്മൾ എടുത്തതും ട്രിവാൻഡ്രം നിന്നാണ് വണ്ടി. കസ്റ്റമറുടെ ഡയറക്റ്റ് ഫ്ലാറ്റിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ആ സമയത്തുള്ള സർവീസൊക്കെ അവിടെയാണ്. ബാക്കിയെല്ലാം എറണാകുളത്താണ് പോയിട്ടുണ്ടല്ലോ. പീരിയോഡിക്കലായിട്ടുള്ള എല്ലാ സർവീസും മെയിൻറ്റെയിൻ ആയിട്ട് പോകും. പീരിയോഡിക്കലി പോകണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓട്ടം കുറവാന്ന് സർവീസ് ചെയ്യാൻ കാര്യമില്ല. വണ്ടി ഒരു 1 ഇയർ കൂടുമ്പോൾ സർവീസ് ചെയ്യാം. അത് എത്ര ഓട്ടം ഇല്ലെങ്കിൽ സർവീസ് ചെയ്യണം വണ്ടി. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ. ഒരു 11 to 14 വരെയൊക്കെ മൈലേജ് കിട്ടും അല്ലേ? ഏകദേശം ചിലപ്പോൾ നല്ല പോലെ കൊണ്ടുനടക്കുമ്പോൾ കുറച്ചും കൂടി കിട്ടും. ഓക്കെ. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ബോൺ ടു ബാക്ക് ഡിക്കി, ഡോറുകൾ, ഡിക്കി ഗ്ലാസ്, അങ്ങനെ സാധനങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. ഒന്ന് പോളിഷ് പിടിക്കാനുണ്ടോ? അതോ കൊണ്ടുവന്നിട്ടുള്ളൂ? പോളിഷ് ചെയ്ത് അങ്ങനെ തന്നെ വെച്ച് ഒന്ന് പോളിഷ് പിടിച്ചാൽ മൊത്തത്തിൽ തിളങ്ങും. അപ്പോൾ എത്ര കൊടുക്കാം ഇത്? നമ്മളിത് ചോദിക്കുന്നത് 495 480 ലെവലിൽ ലാസ്റ്റ് കൊടുക്കാം. ഒരു മാക്സിമം ഒരു 3.5 വരെയൊക്കെ ലോണ് കിട്ടും. 3.5 വരെ. ഓക്കെ. 4,80,000 ഫൈനൽ റേറ്റ് ആണ്. 2014 ഹൈലൈനാ അല്ല, കംഫർട്ട് ലൈൻ അല്ല, മിഡിൽ ഓപ്ഷൻ കംഫർട്ട് ലൈൻ. 29,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് പോളോ, 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വാഹനം. ഓക്കെ. വേറെ ഒന്നും പണിയൊന്നുമില്ല അല്ലേ ഇപ്പോൾ ചെയ്യാൻ? ഷോറൂം കിട്ടും. ഓക്കെ. അടുത്ത വാഹനം എന്താ? കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് ടാറ്റ നെക്സോൺ KL4 രജിസ്ട്രേഷനാണ്. ആലപ്പുഴ അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. 2019 മോഡൽ, നവംബർ വണ്ടിയാണ്. ഓക്കെ. സിംഗിൾ ഓണർ, XM വേരിയൻ്റ് ആണ്. ബേസിൻ്റെ മുകളിൽ വരുന്ന ഓപ്ഷനാണ്, സെക്കൻഡ് ഓപ്ഷനാണ്. ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരും. ഓക്കെ. സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്നത്. 63,000. 1.2 ലിറ്റർ പെട്രോളിൽ ടെർബോ, വിത്ത് ടെർബോ ആണ്. പവർ കൂടുതലാണ്. അപ്പോൾ ടെർബോലൊക്കെ കത്തിച്ചോടിച്ചാൽ മൈലേജ് ഷോർട്ടാവും. ഒരു നല്ലപോലെ കൊണ്ടുനടക്കുകയാണെങ്കിൽ 11 മുതൽ 15 വരെയൊക്കെ മൈലേജ് പറയാം അല്ലേ? ഓക്കെ. മേജർ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? ഇല്ലില്ല. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 64,000 സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? സിംഗിൾ ഓണർ, ഫുൾ സർവീസ്. ഫുൾ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഓക്കെ. എത്ര കൊടുക്കാത്? ഇത് നമ്മൾ ചോദിക്കുന്ന 5,65 5.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 5 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി ലോൺ വാങ്ങി കൊടുക്കാം. ഓക്കെ. 50,000 രൂപ ഉണ്ടാൽ ഇറക്കാൻ പറ്റിയ കോമ്പാക്ട് SUV സെഗ്മെന്റ് വാഹനമാണ്. ഗ്യാരണ്ടി പറയുന്നുണ്ട് ലോണ്. അത് നിങ്ങളെ പേരിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. സിവിൽ ഇഷ്യൂസോ കാര്യങ്ങളോ മിനിമം സിവിൽ സ്കോർ ഉണ്ടെന്നാണെങ്കിൽ ചെയ്ത് കൊടുക്കും. 50,000 രൂപ ലെവലിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോമ്പാക്ട് SUV നെക്സോൺ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു സെഡാൻ കാറ്റഗറി വാഹനം വന്നിരിക്കുകയാണ്. KL24 രജിസ്ട്രേഷനുള്ള ഹ്യുണ്ടായി വെർണയാണ്. വെർണയുടെ ലാസ്റ്റ് ഇപ്പോഴത്തെ ഷേപ്പിൽ തൊട്ട് മുന്നേ ഷേപ്പിലേത്. ഓക്കെ. അല്ല, അതിൻ്റെ മുന്നേ 2020 മുതൽ 23 സ്റ്റാർട്ടിങ് വരെ ഒരു ഷേപ്പ്, 23 മുതൽ 24 ഇപ്പോൾ റണ്ണിങ് ഷേപ്പ്. ഓക്കെ. കണ്ണമാനുണ്ടല്ലോ. ഓക്കെ, അതാണ് വെറുതെ നമ്മുടെ ഷേപ്പ് മാറണ്ട. എങ്ങനെ ഡീറ്റെയിൽ? ഇത് നിലവിൽ നമുക്ക് ന്യൂ കാർ അവൈലബിൾ അല്ലാത്ത സാധനമാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് നിലവിൽ ഇപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കും പെട്രോൾ മാനുവൽ അല്ലേ ഉള്ളൂ. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് 1.6 എഞ്ചിൻ പവർ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക്കിൽ ഒരു പക്ക സെഡാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ പറ്റുന്നൊരു, അത്യാവശ്യം സേഫ്റ്റി ഉണ്ട്, നല്ല സേഫ്റ്റിയാണ്. ഏറ്റവും ടോപ്പനാണ്. SX ഓപ്ഷനിലാണ്, ഇൻക്ലൂഡിങ് സൺറൂഫ് വരുന്ന 6 എയർ ബാഗും ഏവിയസും അലോയ്സും കാര്യങ്ങളും എല്ലാം വരുന്ന ടോപ്പന് വണ്ടി. 2018 മോഡൽ, 2020 ഫസ്റ്റിൽ ഡെലിവറി. അങ്ങനെയാണ്. ഇയർ ബാഗാണ്. ഓട്ടോ എത്ര പോയി? ഇത് കിലോമീറ്റർ വന്നിട്ട് 55,000 കിലോമീറ്റർ, 56,000 കിലോമീറ്റർ. 56,000 ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. അതെ. പവറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. മൈലേജ് ഒരു 5 ലെവലൊക്കെ കിട്ടും. ഹൈവേയിൽ ഒരു 17 വരെ. നമുക്ക് സിറ്റി റൈഡ് ആണെന്നാണെങ്കിൽ 14, 13. കാരണം എഞ്ചിൻ 1.6 ആണ്. അത്രയും പവർ നമുക്ക് അങ്ങനെയാണ് വരിക. പവർ ഉണ്ട്. പവറും ഓട്ടോമാറ്റിക്കും ഡീസലും. ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കും. ഡീസൽ ഓട്ടോമാറ്റിക് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണെന്നാണെങ്കിൽ പക്കാ പറ്റിയ ആപ്റ്റായിട്ടുള്ള. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ചോദിക്കുന്നത് 10.65. ചെറിയൊരു മാറ്റം കൂടി വരുത്തി 10.5 ലെവലിൽ കൊടുക്കാം. അതിൽ സർവീസ് ഫുള്ള് ഗ്യാരണ്ടിയാണ്. ഇപ്പം നിലവിലൊരു സർവീസ് ആയിട്ടുണ്ട്. ആ സർവീസ് നമ്മളിവിടെ ഷോറൂമിൽ ചെയ്തു തരും.
അതിന് പുറമേയുള്ള എല്ലാ സർവീസ് ഹിസ്റ്ററിയും വരെ നമ്മുടെ അടുത്ത് റെക്കോർഡിക്കലുണ്ട്. ഓക്കെ, PDF ആയിട്ട് തന്നെ ഉണ്ട്. ഓട്ടം പോയ വണ്ടിയാണ്, ഡീസൽ, അതുകൊണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. സിംഗിൾ ഓണറാണ്, സിംഗിൾ ഓണർ മെയിൻറ്റൈൻഡ് ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ആകെ ചെറിയൊരു ക്ലെയിം ഉള്ളത് ഒരു ഡോറ് പെയിന്റിംഗ് ആണ്, അതും ഹിസ്റ്ററിയിലുണ്ട്. പെയിന്റിങ് മാത്രമേ ഉള്ളൂ, റീപ്ലേസ് അല്ല, പെയിന്റിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 10,65,000 ചോദ്യമാണ്, ആസ്കിയാണ്. ചോദ്യമാണ്. 2018 മോഡൽ, 20 രജിസ്ട്രേഷനാണ് വരുന്നത്. 20 രജിസ്ട്രേഷൻ വരുമ്പോൾ അവിടുന്ന് 15 വർഷത്തേക്കുള്ള ടാക്സാണ് വണ്ടി മുതൽ ഉണ്ടാവുക. അതായത് 2035 വരെ ടാക്സ് ഉള്ള വണ്ടിയാണ് അല്ലേ? അതെ. അതിനുശേഷം നമ്മൾ 35 വരെ ടാക്സും കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും ഉണ്ട്. റിന്യൂവലൊക്കെ 35 എടുത്താൽ മതി. അതെ, 35 എടുത്താൽ മതി, അതാ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കയറുമില്ല? ഇതിൽ നമുക്ക് ഏകദേശം ഒരു 9 ലക്ഷം രൂപ കൺഫേം മാസമായി കൊടുക്കാം. അതിന് മുകളിലേക്കുള്ള കസ്റ്റമർ ട്രാക്ക് പോലെ. ഓക്കെ, ഒരു 1.25 ആ റേഞ്ചിലൊക്കെ കണ്ടാൽ, 1.65 ആ റേഞ്ചിൽ കണ്ടാൽ, അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ ഇറക്കാൻ പറ്റും. ചിലപ്പോൾ 9 വരെയും പാസ്സാവാം. ഓക്കെ. ഹോണ്ട സിറ്റി അടുത്ത സെഡാൻ വാഹനമാണ്. KL 23 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർ പെട്രോൾ. ഓക്കെ, ഏതാ ഓപ്ഷൻ? ഇത് SV എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. എസിൻ്റെ മുകളിൽ വീൻ്റെ നടുവിൽ. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ ഒരു ഫ്രണ്ട് ബമ്പർ ക്ലെയിം ഉണ്ട്, അല്ലാതെ ഉള്ളോട്ടേക്കോ കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോ എത്ര പോയി? 32,000. 16 മോഡൽ, 17 രജിസ്ട്രേഷൻ അല്ല. 32,000 കിലോമീറ്റർ മാത്രം ഓടിയ പെട്രോൾ വാഹനമാണ്. SV ആണ് ഓപ്ഷൻ. അലോയ്സും കാര്യങ്ങളോ സൺറൂഫോ ഒന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ക്ലൈമറ്റ് AC അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാവില്ല, കൂടുതൽ വരും. കൂടുതലുണ്ട്. എസിന് വരുമ്പോൾ ഓട്ടോ ക്ലൈമറ്റ് AC വരില്ല. ഓക്കെ, ഇതിന് ഓട്ടോ ക്ലൈമറ്റ് AC. ഇപ്പം നമ്മൾ നേരത്തെ S ഓപ്ഷൻ ബ്രിയോക്ക് പറഞ്ഞ പോലെ. അതെ. ഡിഫോവറും കാര്യം എല്ലാം വരുന്നുണ്ട്. ലോ കിലോമീറ്റർ ഓടിയ മെയിൻ്റനൻസ് കുറഞ്ഞൊരു സെഡാൻ വാഹനമാണ്. ഇത് 1.5 അല്ലേ വരുന്നത്? 1.5 പവർ ഉണ്ടാവും. മൈലേജ് കുറച്ച് കുറയും, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഒരു 11 to 15 ഉള്ളിൽ. പക്ഷേ നമുക്ക് ഭയങ്കര ലക്ഷ്യൂറിയസ് ആയിട്ട്, ഭയങ്കര പീസ് ആൻഡ് കാമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ, ഇങ്ങനെ ഒരു വീട്ടിലെ കുട്ടിയെ പോലെ കൊണ്ടുനടക്കാൻ ഒഴുക്കിലങ്ങ് പോകാൻ പറ്റിയ വാഹനമാണ് അല്ലേ? ഓക്കെ, എത്ര കൊടുക്കുക ഇത് നമ്മൾ ചോദിക്കുന്നത് 6,35,000 രൂപയാണ്. 6,35,000 വരുത്തി നമുക്ക് നോക്കാം. ഓക്കെ, 6,35 ചോദ്യമാണ്. SP 16 മോഡൽ, 17 രജിസ്ട്രേഷൻ വരുന്ന ലോ കിലോമീറ്റർ കാറാണ്. ലോണ് നമുക്കൊരു 5 ലക്ഷം രൂപ വരെയൊക്കെ നിലവിൽ പാസ്സാക്കാം. പിന്നെ കസ്റ്റമർ പ്രൊഫൈലും കൂടെ നോക്കാം. ഓക്കെ, അടുത്തൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻ്റ് ആണ്. ഹ്യുണ്ടായുടെ i10 നിയോസ് ആണ്. KL 51 രജിസ്ട്രേഷൻ വാഹനം. അതെ, നിയോസിൻ്റെ ഒരു ഹൈലൈറ്റ് കളറാണല്ലേ ഇത്? ഈ ഒരു കളർ സ്റ്റാർട്ടിങ് ലോഞ്ച് ചെയ്ത ഈ കളറിലാണ്. അതെ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2023 മാനുഫാക്ചറിങ് വരുന്ന സിംഗിൾ ഓണർ. ഓക്കെ, ഗ്രാൻഡ് നിയോസിലെ ഏറ്റവും ടോപ്പിൻ്റെ ആസ്റ്റ ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക് ഡാഷ് ക്യാമും കാര്യമെല്ലാം വരുന്നുണ്ടല്ലോ. എല്ലാം ആഡ് ഓൺ ആണ്, ഫുൾ ഫിറ്റിങ്സോടെ. എയർ ബാഗ് 6 ഇല്ലേ ഇതിൽ? എയർ ബാഗ് 6 വരും. 6 എയർ ബാഗ് വരുന്നത് 23 ഓക്കെ. ഓട്ടം വന്നിട്ട് 20,000 ചോടെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20,000 ഓടിയില്ല. ഇതൊക്കെ ഇന്നലെ രാത്രിയായിട്ട് വന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, 0 ക്ലെയിം ഉള്ള വണ്ടിയാണ്. എത്ര വാറണ്ടി? വാറണ്ടി നമുക്ക് 2026 3-ാം മാസം വരെ വാറണ്ടി ഉണ്ട്. 26 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുകയാണ്. 20,000 അടുത്ത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ചെയ്യാൻ പറ്റും. ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല, 0 ഒന്നുമില്ല. അടിപൊളി വാഹനമാണ്. മൈലേജ് ഒരു 13-15 ആ റേഞ്ച് അല്ല, 12 to 15. ഓക്കെ, എത്ര കൊടുക്കാം? ഓൺ റോഡ് ഇപ്പോൾ റേറ്റ് വരുന്നത് 10-15 ആണ്. നമ്മൾ 8-15 ആണ് ചോദിക്കുന്നത്. 8 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഓൺ റോഡ് വിലേൻ്റെ മുകളിൽ കറക്റ്റ് 2 ലക്ഷം രൂപ മാറ്റം വന്നു കഴിഞ്ഞു. ഒരു പുതിയ വണ്ടി പോലെ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് കറക്റ്റ് ഒരു 1 ഇയറും കുറച്ച് വളരെ കുറച്ച് മാസമായിട്ടുള്ളൂ. 2 ലക്ഷത്തിന് മാറ്റം അവിടെ വന്നു. 2.5 അടുത്ത് മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ? 2 ലക്ഷം 2 ലക്ഷത്തിൻ്റെ അടുത്ത് മാറ്റം വന്നു കഴിഞ്ഞു. 8 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ആസ്റ്റ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പിൻ്റെ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ലോൺ എത്ര കയറും? ലോണിന് ഏകദേശം ഒരു 7 ലക്ഷം മുതൽ 7.25 വരെ എന്തായാലും ചാൻസ് ഉണ്ട് അല്ലേ? 7.5 വരെ. ഓക്കെ, 7 to 7.5 പാസ്സാവും എന്തായാലും. 7 to 7.5, 50,000 മുതൽ 1 ലക്ഷം വരെ കണ്ടാൽ മതി. ഓക്കെ, അടുത്തതാ ടിയാഗോ വന്നു. ഒരു ബ്ലൂ കളർ KL 83. ഇത് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. ഇത് KL 83 രജിസ്റ്റർ, 2021 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ, ഇത് കിലോമീറ്റർ വന്നിട്ട് 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എക്സെറ്റ് വേരിയന്റ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി ടോപ്പ് എൻഡ് അല്ല, തൊട്ട് താഴെ. എക്സെറ്റ് പ്ലസ് വരും, അതിൻ്റെ തൊട്ട് താഴെയാണ് എക്സെറ്റ് ആണ്. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 44,000 കിലോമീറ്റർ. 44,000 2021 മോഡൽ ടിയാഗോ. ടയർ 4 നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് പുതിയ 4 CHന്റെ ടയർ ഇട്ടിട്ടുണ്ട്. സർവീസ് ഇപ്പോൾ കമ്പനിയിൽ നിന്ന് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു എക്സ്പെൻസും ഇല്ലാതെ കൊണ്ടുനടക്കാം. ഒന്നും ചെയ്യാനില്ല. ഒരു 14-17 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടാൻ ചാൻസ് ഉള്ള വാഹനമാണല്ലേ? ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര കൊടുക്കാം ഇത്? നമുക്കിതൊരു 6,20,000 ലെവലിൽ കൊടുക്കാം.
അതിലൊരു 5.5 വരെയൊക്കെ ലോൺ പാസ്സായി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഒരു 70,000 ഒക്കെ കണ്ട ഇറക്കാം അല്ലേ? ഓക്കെ, 6:20 ഈ ഒരു വാഹനം സ്വന്തമാക്കാം. എക്സെറ്റ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ്. 2021 വാഹനം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സ്വിഫ്റ്റ് KL 11 നമ്മുടെ കോഴിക്കോട് വണ്ടി തന്നെയാണ്. റൂഫ് ബ്ലാക്ക് ചെയ്താണോ അതോ? അല്ല, ഡ്യുവൽ ടോൺ. ഡ്യുവൽ ടോൺ. ഓക്കെ, ZXi പ്ലസ് ആണ്. ഏറ്റവും ടോപ്പല്ലേ മാനുവൽ ZXi പ്ലസ്. ഇറങ്ങിയ ടൈമിൽ 10.5 ഓൺ റോഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വരുന്നത് 4 സിലിണ്ടർ അല്ല, 3 സിലിണ്ടർ ആണ്. അപ്പോൾ 4 സിലിണ്ടർ പ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ അതെ പറ്റിയൊരു വണ്ടിയാണ്. അതെ, തീർച്ചയായും. ഓക്കെ, 2021 മോഡൽ, 22 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർ, 64,000 കിലോമീറ്റർ, 63,000 കിലോമീറ്റർ ഓടിയ. ഓക്കെ, കറക്റ്റ് സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടി. ഓട്ടം പോയിട്ടുണ്ട് സാറിന്. ഇതിന് മൈലേജ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെയാണ് ഓട്ടം പോയത് അല്ലേ? ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ പെട്രോൾ വാഹനമാണ്. അതെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒരു 6,000 രൂപയുടെ ചെറിയൊരു ക്ലെയിമാണുള്ളത്. അത് ഈ ബമ്പർ പെയിൻറ്റിങ്ങും റീപ്ലേസും. ബമ്പർ ഇവിടെ മനസ്സിലാവുന്നുണ്ടല്ലോ. ചെറുതായിട്ട് സ്വാഭാവികമായിട്ടും. ഓക്കെ, എത്ര കൊടുക്കാത്? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന റേറ്റ് 7.65 ആണ്. 7.5 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. അതിൽ നമുക്കൊരു 7 ലക്ഷം രൂപ വരെ ലോൺ വാങ്ങി കൊടുക്കാം. ഓക്കെ, 7.5 വരെ 7.5ക്ക് ലാസ്റ്റ് കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക് ലോൺ വാങ്ങി കൊടുക്കാം. 50,000 കണ്ടാൽ ഇറക്കാൻ പറ്റും. 21 മോഡൽ, 22 രജിസ്ട്രേഷൻ വരുന്ന ഏറ്റവും ടോപ്പിൻ്റെ പെട്രോൾ മാനുവൽ സ്വിഫ്റ്റ് ആണ്. ചെറിയൊരു ക്ലെയിം ഒഴികെ ബാക്കിയെല്ലാം മെറ്റൽ ബോഡി പാർട്ടിൽ എവിടെയും റീപ്ലേസ് ഇല്ല. ഫ്രണ്ട് ടു ബാക്ക് ഗ്ലാസുകളോ അങ്ങനെ ഒന്നും റീപ്ലേസ് ഇല്ല. ബമ്പർ മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇതും ഇറക്കാം. അതെ. അടുത്ത വണ്ടിയിലേക്ക്. Kia Seltos ആണ്. KL 24 രജിസ്ട്രേഷൻ വാഹനമാണ്. പറഞ്ഞോളൂ. 2020 മോഡൽ ഡീസൽ സെൽട്ടോസ് ആണ്. HTK ആണ് വേരിയൻ്റ് വരുന്നത്. ഓക്കെ, അതിൽ ആഡ് ഓൺ നിയോൻ്റെ അലോയ്സും 16 ഇഞ്ച് അലോയ്സും ചെയ്ത വണ്ടിയാണ്. ടോപ്പ് നിന്ന് 4ാമത്തെ ഓപ്ഷനാണ്. ഏറ്റവും ബേസ് ഒന്നും മുകളിൽ, ഏറ്റവും എളുപ്പമാണ്. മറ്റേ 4ലൊന്നും നിൽക്കൂല, കുറെ ഓപ്ഷൻ ഉണ്ട്. ഈ പ്ലസ് മൈനസ് ഒക്കെ കിട്ടില്ലേ? HTK, HTX, HTK പ്ലസ്, HTX പ്ലസ്, GT ലൈൻ, GTX പ്ലസ്, പിന്നെ X ലൈനും ഉണ്ട്. ഒരു നിരയിൽ നിൽക്കും. അത് എണ്ണ മുകളിൽ താഴേക്ക് വരില്ല, താഴെ മുകളിലേക്ക് പോകണല്ലോ അവിടെ വെച്ചേക്ക്. അപ്പോൾ 2020 വാഹനമാണ്. ഡീസലുമാണ്. മാനുവൽ പറഞ്ഞേ? മാനുവൽ 42,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. ഡീസലിനെ കമ്പയർ ചെയ്യുമ്പോൾ നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. പിന്നെ മൈലേജ് അത്യാവശ്യം ഉണ്ടാവും. ഒരു 18 കിലോമീറ്റർ ഒക്കെ എന്തായാലും ഹൈവേയിലൊക്കെ എന്തായാലും കിട്ടും അല്ലേ? മാനുവൽ ആണെന്നുണ്ട് മൈലേജ് എന്തായാലും ഉണ്ടാവും. ഹൈവേയിലാണ്. ടൗണിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 15-16 വരെ ആ റേഞ്ച്. ഓക്കെ, എത്രയാണ് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നത്? 12.65 ആണ്. 12.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. നമുക്കൊരു 11.5 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. 11.5 വരെ, ഒരു 1 lakh വരെയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് കാണുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ഇറക്കാൻ പറ്റിയ ഒരു ഡീസൽ മാനുവൽ കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് വാഹനമാണ്. ഇനിയും 2 കോമ്പാക്ട് SUV ഉണ്ട്, അതിലേക്ക് പോകാം. ഇനി നമ്മളടുത്ത് വരാൻ പോകുന്നത് ഒരേ മദർ ബ്രാൻഡിൻ്റെ 2 വാഹനങ്ങളാണ്. 2 ടൈപ്പ്, 2 കമ്പനികളിലായിട്ടുള്ള വാഹനങ്ങളാണ്. ആദ്യം റിനോ കൈഗറാണ്. KL 67 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതിൻ്റെ ശരിക്കും പറയുന്നത് കൈഗറാണോ കിഗറാണോ? കൈഗറിനാണ് കമ്പനി അവകാശം. കിഗറെന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2022 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് വരുന്ന RXZ വേരിയന്റിൽ 1 ലിറ്റർ ടർബോ ആണ്. ഓട്ടോമാറ്റിക് ടോപ്പിൻ്റെ ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ്. 2 ഗിയർ ബോക്സും വരുന്നുണ്ട്. AMT വരുന്നുണ്ട്, CVT വരുന്നുണ്ട്. ഇത് CVT ആണ്. ടർബോയിൽ CVT വരുന്നത്. ഓക്കെ, നോൺ ടർബോ വരുമ്പോൾ MT. ഓക്കെ, ക്ലെയിമോ റീപ്ലേസ്മെൻറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇതിലും ബാക്ക് റിയർ ബമ്പർ റീപ്ലേസും ക്വാർട്ടർ പാനൽ റീപെയിൻറ്റും ഉണ്ട്. ഹിസ്റ്ററിയിലുണ്ട്. നമ്മുടെ അടുത്ത് PDF ഉണ്ട് തന്നെ. ഓക്കെ, ഡോറിലേക്ക് അതിൻ്റെ ഭാഗമായിട്ട് പെയിൻറ്റിങ് കയറിയിട്ടുണ്ട്. പക്ഷേ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല എന്ന് കസ്റ്റമർ പറയുന്നുണ്ട്. ഓക്കെ, റീപ്ലേസ് ഇല്ലേ? ഈ മെറ്റൽ ബോഡിയിൽ റീപ്ലേസ് ഇല്ല, ബാക്ക് ബമ്പർ അല്ലാതെ. ഓക്കെ, ഓട്ടോ എത്ര പോയി? ഇത് 20,000 കിലോമീറ്റർ. ഇപ്പോൾ 20,000 സർവീസായി. ആ സർവീസ് നമ്മൾ ചെയ്യും. ഓക്കെ, 22 പറഞ്ഞത്? 2022 മോഡൽ. 22 മോഡൽ. ഓക്കെ, 20,000 ഓടിയിട്ടുള്ളൂ. നോർമൽ ഓട്ടം പോയതാണ്. 1 ലിറ്റർ ടർബോ, അത്യാവശ്യം മൈലേജും പവറും ഉണ്ടാവും. ഗിയർ ബോക്സ് CVT ആയതുകൊണ്ട് തന്നെ ഒരു 11-14 ആ റേഞ്ചിൽ ഏകദേശം മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. മാക്സിമം ആണ് അതൊക്കെ പറഞ്ഞത്. ഓക്കെ, എത്ര കൊടുക്കുക? ഇത് ഓൺ റോഡ് 13 റുപ്യ ഓൺ റോഡ് വരുന്ന വണ്ടിയാണ്. ഓക്കെ, നമ്മൾ ചോദിക്കുന്നത് 9.25 ആണ്. ഓക്കെ, ചെറിയൊരു മാറ്റം കൂടി എത്തിയിട്ട് നമുക്ക് കൊടുക്കാം. 9,25,000 രൂപയ്ക്ക് ചെറിയ മാറ്റത്തിൽ ചെയ്തു തരും. 2022 മോഡൽ 1 ലിറ്റർ ടർബോ RXZ ഏറ്റവും ടോപ്പിൻ്റെ CVT ഗിയർ ബോക്സ് വരുന്ന കൈഗർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അടുത്തത് മാഗ്നൈറ്റ് ആണ് അല്ലേ? അടുത്ത മാഗ്നൈറ്റ് അങ്ങോട്ട് പോകാം. അടുത്തത് ബ്ലാക്ക് കളർ നിസാൻ മാഗ്നൈറ്റ് KL 4 ആലപ്പുഴ രജിസ്ട്രേഷൻ വാഹനം. സെയിം നമ്മൾ നേരത്തെ കണ്ട കൈഗറിൻ്റെ അതേ വാഹനമാണ്. ഡിസൈനിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. എങ്ങനെ ഡീറ്റെയിൽ?
ഇത് 2022 മോഡലാണ്. ഓക്കെ. കിലോമീറ്റർ വൈസ് നോക്കുമ്പോൾ കുറവാണ്, 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് 20, ഇത് 14. ഓക്കെ. 2022 തന്നെ 1 ലിറ്റർ ടെർബോ XV CVT. അത് RX-Z ആയിരുന്നു, അത് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഇത് XV പ്രീമിയം ആണ് ഇതിന്റെ ടോപ്പ് എൻഡ്. XV എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. തൊട്ട് താഴെ CVT ഗിയർ ബോക്സ് ആണ്, ബാക്കിയെല്ലാം സെയിം ആണ്, എഞ്ചിൻ വൈസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഫീച്ചർ വൈസ് തൊട്ട് താഴെ അത്രേ ഉള്ളൂ. ക്ലെയിം ഒന്നുമില്ലല്ലോ ഇതിലൊരു ഡോർ റീപ്ലേസ്. ഏതാ? ഈ ഡോർ, ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട്. ഓക്കെ. ഇതല്ലാതെ മറ്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. 2027 വരെ എക്സ്റ്റൻഡ് വാറന്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ സർവീസ് കഴിഞ്ഞു, ഈ വർഷത്തെ സർവീസ് കഴിഞ്ഞു. രണ്ടും ഏകദേശം നേരത്തെ പറഞ്ഞ മൈലേജ് തന്നെ കിട്ടൂല? സെയിം മൈലേജ് തന്നെ വരുന്നു. എത്ര കൊടുക്കുന്നത്? ഇത് നമ്മൾ 9 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാൻ വെച്ചേക്കുന്ന വണ്ടിയാണ്. 9 ലക്ഷത്തിന് അല്ലേ? കൈഗറിനെ കമ്പയർ ചെയ്യുമ്പോൾ, മീൻസ് റെനോനെ കമ്പയർ ചെയ്യുമ്പോൾ നിസാന്റെ മാർക്കറ്റ് കുറച്ച് മുകളിലാണ്. ഓക്കെ. ആദ്യം പ്രിഫറൻസ് വരുന്നത് നിസാനാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിലെ ചെറിയ മാറ്റം, മാർക്കറ്റിലുള്ള മാറ്റമാണ്. ലോൺ നമുക്ക് ഏകദേശം 8 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി ലോൺ വാങ്ങിക്കൊടുക്കാം. കൈഗറിനാണെങ്കിൽ ഒരു 8.25 വരെ ലോൺ വാങ്ങിക്കൊടുക്കും. അതിന് ലോൺ പറഞ്ഞില്ല. ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയാണ്. ഹോണ്ട അമേസിന്റെ 3rd ജനറേഷൻ KL22 രജിസ്ട്രേഷൻ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർ അമേസ് CVT ഏറ്റവും ടോപ്പ് VX എക്സ്ക്ലൂസീവ് എഡിഷൻ എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക്കൽ ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 51,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഇതുവരെ മേജർ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റ് സർവീസിൽ പോയിട്ടുണ്ട്. 21 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 20 മോഡൽ 21 രജിസ്ട്രേഷൻ. അങ്ങനെയാണ്, സോറി. ഓക്കെ. 20 മോഡൽ 21 രജിസ്ട്രേഷൻ. അതെ. CVT ആണ്. മൈലേജ് നല്ല ഷോർട്ടായിരിക്കും, ഒരു 15-ന്റെ ഉള്ളിൽ. 10-11 കിലോമീറ്റർ ആണ് നമുക്ക് ടൗണിൽ ഉണ്ടാവുക. 15 വരെയാണ് ഹൈവേയിൽ പിടിക്കുക. ഓക്കെ. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല? മേജർ ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല. ചെറിയ ബമ്പർ ടച്ചപ്പും കാര്യങ്ങളും അല്ലാതെ മേജറായിട്ടൊന്നുമില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 7,65,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 7,80,000 ആണ് ചോദിക്കുന്നത്. 7,65,000 ലാസ്റ്റ് കൊടുക്കാം. ഗ്യാരണ്ടി 7 ലക്ഷം രൂപ ലോൺ ആയി കൊടുക്കാം. ലോൺ ചെയ്തു. ഓക്കെ. 50,000 രൂപ വേണ്ടാൽ ഇറക്കാൻ പറ്റിയൊരു വാഹനമാണ്. 7.5 ലക്ഷം ഫൈനൽ. 65,000 രൂപ വേണ്ട ഇറക്കാൻ പറ്റും. 765-ന് 2020 മോഡൽ 21 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് CVT ഏറ്റവും ടോപ്പ് എൻഡ് അമേസ് കൊണ്ടുപോകാം. ഓക്കെ. വേറെ പണിയൊന്നും ഇപ്പോൾ ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. ഇനി 4 ടയറും പുതിയതാണ്. ഇൻഷുറൻസ് ബാലൻസ് ഉണ്ട്, വാലിഡിറ്റി. ഓക്കെ. വേറെ എക്സ്പെൻസോ കാര്യങ്ങളൊന്നും മുടക്കണ്ട, ഓടിച്ചോണ്ടായാൽ. ഇനി അടുത്ത സ്റ്റോക്ക് എപ്പോഴാണ് കയറാം? അടുത്തത് ഇപ്പോൾ ഫുള്ള് സ്റ്റോക്ക് കയറ്റിയിട്ടുള്ളൂ. ഇനി ഇതൊക്കെ പോയിട്ട് ഇറക്കിയിട്ട് അടുത്ത വീഡിയോ ഇതാണ്. ഓക്കെ. ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. മെട്രോ കാസിൻ്റെ ഒരിക്കൽ കൂടെ ലൊക്കേഷൻ പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ് തിരുവണ്ണൂർ, മാങ്കാവ് മീഞ്ചന്ത ബൈപ്പാസിൽ തന്നെയാണ് സെൻറ്ററായിട്ട് ഏകദേശം വരിക. മാങ്കാവ് മുതൽ മീഞ്ചന്തക്ക് പോകുമ്പോൾ സെൻറ്ററായിട്ടാണ് വരിക. അതാണ് ലൊക്കേഷൻ. ഓക്കെ. കോൺടാക്ട് നമ്പർ താഴെയുണ്ട്, വീഡിയോയിലുണ്ട്, മറന്നു വേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഇതുവരെ തന്നിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, അതിൻ്റെ കാരണം കൊടുക്കാൻ വേണ്ടി ചെയ്യാം. അത്രയേ ഉള്ളൂ. ഓക്കെ. വിലേൻ്റെ കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും അല്ലേ? ഓക്കെ. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ. താങ്ക്സ്.